വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് നോൺ വെജ് ചെയ്യാൻ പോകുന്നത്. നോൺ വെജ് എന്ന് പറയുമ്പോൾ ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഞാൻ കുക്കിംഗ് പഠിച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ കറി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളതും അത് തന്നെയാണ്. പക്ഷേ ഇച്ചിരി ഫാറ്റ് കൂടുതലാന്നേ ഉള്ളൂ. പഞ്ചാബി ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റാണ്. പഞ്ചാബിലെ മിക്ക കറികളും കുറച്ച് ടേസ്റ്റ് കൂടുതലുള്ളതാണ്. അതിനകത്ത് ഇച്ചിരി ഫാറ്റ് കൂടുതലാണ്. ബട്ടർ ഒരുപാട് ഉപയോഗിക്കും, തൈര് ഉപയോഗിക്കും, പിന്നെ നെയ്യ് വെച്ചിട്ടാണ് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചിക്കൻ കറി വെക്കാനാന്നേല ഒരു ഇച്ചിരി സമയം എടുക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇച്ചിരി പെരട്ടാനും ഒക്കെ ആയിട്ട് ഉണ്ട് സമയം പോകുന്നത്. പിന്നെ സാധാരണ നമ്മുടെ ചിക്കൻ കറി വെക്കുന്ന കൂട്ടേ ഉള്ളൂ. പക്ഷേ എന്നാലും അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് പഞ്ചാബിയുടെ. ഈവൻ പനീർ ആന്നേലും ചിക്കൻ ആന്നേലും ബട്ടൂര, നാണ്, ഇത് എല്ലാം പഞ്ചാബ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല. ഞാൻ ഇത്രയും പരീക്ഷിച്ചതിനിടയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിരിക്കുന്ന ചിക്കൻ കറിയിൽ പഞ്ചാബി ചിക്കൻ കറിയാണ് ബെസ്റ്റ്. അതും ദാബ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഈ പനീറും ദാബ കറി ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇനി അതിന് കൂടുതൽ വിശദീകരണവും അതിൻ്റെ രുചിയും അറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്നാന്ന് പറഞ്ഞാലല്ലേ എനിക്ക് പറയാൻ നോക്കൂ. ഫസ്റ്റ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു സാധാ കോഴിന്നേ ഉള്ളൂ. കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ്, കുറച്ച് നാരങ്ങാ നീര്, ഇച്ചിരി ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഇച്ചിരി ഗരം മസാല. ഇതിന് കുറച്ച് വെജിറ്റബിൾ ഓയിൽ മതി. അവർ ശരിക്കും പറഞ്ഞാൽ കടുകെണ്ണ ഉപയോഗിക്കുന്നത്. നമുക്ക് കേരളക്കാർക്ക് കടുകെണ്ണ പിടിക്കുകയില്ല. പിന്നെ വേണ്ടത് കുറച്ച് ഗ്രാമ്പു പൊടിച്ചത്, കുറച്ച് കുരുമുളക് ചതച്ചതാണ് ഇത്, പട്ട പൊടിച്ചത്, കുറച്ച് വറ്റൽമുളക്, സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, ടൊമാറ്റോ, ഇച്ചിരി തൈര് വേണം ഇതിന്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് കസൂരി മേത്തി. ഇത്രയും സാധനം വേണ്ടി. ഇത്രയും സാധനം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ലിസ്റ്റ് സാധനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാലും പറ്റിയല്ല. പക്ഷേ ഇതിനകത്ത് എളുപ്പം പഠിക്കാനുള്ള സാധനമേ ഉള്ളൂ. ഞാൻ ഇച്ചിരി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി എലാബറേറ്റഡ് ആയിട്ട് വെച്ചെന്നേ ഉള്ളൂ. ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇല്ല. പട്ട, ഗ്രാമ്പു, പിന്നെ നമ്മുടെ കുരുമുളകും മാത്രമേ ഇതിനകത്ത് സ്പൈസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ബാക്കി ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചതിരിപ്പുണ്ട്. എക്സ്ട്രാ നമ്മളൊരു തൈര് ചിക്കൻ കറി വെക്കുമ്പോൾ ഒരു ഇച്ചിരി തൈരും കൂടെ ചേർക്കും. ഞാൻ എപ്പോഴും പറയില്ലേ, തൈര് ചേർക്കുവാന്നേരം ചിക്കൻ കറി കുറച്ച് ടേസ്റ്റ് കൂടും എന്ന് പറഞ്ഞില്ല. എന്ന് പറഞ്ഞ പോലെ കുറച്ച് തൈരും കൂടെ ചേർക്കുക. പഞ്ചാബി ആയതുകൊണ്ട്, കുറച്ച് നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ടും അവർക്ക് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കസൂരി മേത്തിയുടെ ഫ്ലേവർ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അത് വേണമെങ്കിൽ മതി. നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടേച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഫ്ലേവർ വരണം എന്നുണ്ടെങ്കിൽ നമ്മളത് ചേർക്കുക. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറിയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു എന്നാ പറയുക, ഒരു റിസംബ്ലൻസ് വരും. അപ്പോൾ അതിനെക്കാട്ടിൽ നമ്മൾ വെക്കാൻ പോകുന്നത് ഇപ്പോൾ പഞ്ചാബി ചിക്കൻ കറി. അപ്പോൾ അതിനോട് ചേരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചേരുവകളെല്ലാം ചേർത്താലേ ഒക്കത്തുള്ളേ. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയ സാധനങ്ങൾ, രണ്ടാമത് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പം എന്നാന്നോ ആദ്യം ചേർക്കുമ്പോഴത്തേനും ഒരു ഇച്ചിരി ചേർത്തേച്ചാൽ മതി. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് നാരങ്ങാ നീര്. ഈ നാരങ്ങാ നീര് ചേർക്കുമ്പോഴും സൂക്ഷിക്കുക. എന്നാന്നോ നമുക്ക് തൈര് ചേർക്കാനുണ്ട്, ടൊമാറ്റോ ചേർക്കാനുണ്ട്, നാരങ്ങയുണ്ട്. അപ്പോൾ ആണെങ്കിൽ അതിൻ്റെ പുളി ഒന്ന് ശ്രദ്ധിച്ചോണേ. ചേർക്കുന്ന മൂന്നും ഈക്വൽ ആയിരിക്കണം. അതായത് പുളിയുടെ കാര്യത്തിൽ ഫൈനൽ പുളി എന്നുള്ളതാണല്ലോ, ആ ഒരു പുളി ബാലൻസ് ചെയ്യാൻ ഈ മൂന്നും കൂടെയാണ് ചേർക്കുന്നത്. അപ്പോൾ ആ ചേർക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. ഇച്ചിരി ഉപ്പ്, അത് കഴിഞ്ഞ് എരിവ് അനുസരിച്ച് മുളക് പൊടി. കാശ്മീരി ആയതുകൊണ്ടാണ് ഞാനിവിടെ ഇച്ചിരി ഇടുന്നത്. 2 ടേബിൾ സ്പൂണോളം ഇടാം. പിന്നെ നമ്മൾ അല്ലാതെ ലാസ്റ്റ് ഗ്രേവിക്കും കൂടെ ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു 3/4 വലിയ സ്പൂൺ ഗരം മസാല.
പിന്നെ അല്ലാതെ ലാസ്റ്റ് നമ്മൾ കറിക്ക് ചേർക്കണം, ഇല്ലെങ്കിൽ എന്നാന്നോ ആ ഒരു മണം വരികയില്ല. ആ ചിക്കനകത്തുള്ള വെള്ളം തന്നെ മതിയാവും, നമുക്ക് ആ മോയ്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മതി, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കണ്ട. ആ ചിക്കനകത്ത് ആ ഒരു എന്നാ പറയുക ഇച്ചിരി ഒരു വെള്ളമയം പോലെ ഇല്ലേ, അത് തന്നെ മതിയാവും ചിക്കനകത്ത് ഈ കംപ്ലീറ്റ് മാരിനേഷൻ അങ്ങ് പിടിക്കാൻ. സാധാ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ശ്രദ്ധിച്ചോണം, എരിവ് കൂടരുത്. ഇത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രേവി ഉണ്ടാകും. ഇച്ചിരി നേരം ആ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ടേസ്റ്റ് കൂടും. ഇത് ഈ പറഞ്ഞ പോലെ ധൃതിയാണെങ്കിൽ കുറച്ച് സമയം വെച്ചാൽ മതി, അതല്ല ഇച്ചിരി നേരം, അതായത് നമ്മൾ വൈകുന്നേരത്തെ ഡിന്നറിനൊക്കെ ഉണ്ടാക്കാനാന്നേല രാവിലെ ഒന്ന് പെരട്ടി ഫ്രിഡ്ജിനകത്ത് വെക്കുവാന്നേല കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പാൻ എടുത്തേച്ച് കടുകെണ്ണ ആണെങ്കിൽ അത് ഒഴിക്കാം, അല്ല വെജിറ്റബിൾ ഓയിൽ ആണെങ്കിൽ അത് ഒഴിക്കാം. പക്ഷെ വെളിച്ചെണ്ണ വേണ്ട, കാര്യം വെളിച്ചെണ്ണ ആകുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയി പോവും. മസ്റ്റർഡ് ഓയിലാണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചേച്ച് ഇതിനകത്തോട്ട് കുറച്ച് ചതച്ച സ്പൈസസ്, അതായത് നമ്മൾ പറഞ്ഞ പോലെ ഗ്രാമ്പു എത്ര എണ്ണം ചോദിച്ചാൽ ഒരു 5-6 എണ്ണം ചതച്ചത്. കുരുമുളകും ഇതേപോലെ എരിവ് കണക്കാക്കി ഇട്ടേച്ചാൽ മതി. അതിന് ഞാൻ കണക്ക് പറയുകയില്ല. പട്ടയാണെങ്കിൽ ഒരു കഷ്ണം പൊട്ടിച്ചിടുകയോ, അതല്ല ചതച്ചതാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതിയോ. പിന്നെ ഒരു 3-4 വറ്റൽ മുളക്, ഇതൊരു ഇച്ചിരി ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഈ എണ്ണയ്ക്കകത്തുണ്ടല്ലോ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഒരു ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കുവാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റാണ് വരുന്നത്. പക്ഷേ ഇപ്പം ഞാനത് ഒഴിക്കുകയല്ല. ബേസിക്കലി എല്ലാവരും പറയുമേ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം ഭയങ്കര ഫാറ്റ് കണ്ടൻറ്റാണ്, ഇച്ചിരി വണ്ണം കൂടുമെന്ന് പറയുവേ. അതുകൊണ്ട് ബേസിക്കലി അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ ഭക്ഷണം എല്ലാം കഴിച്ച് നല്ലോണം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ വായിക്ക് രുചിയായിട്ട് ആഹാരവും കഴിക്കാം, നമ്മുടെ ഹെൽത്ത് നമ്മുടെ കയ്യിലിരിക്കുകയും ചെയ്യും. ഇതെല്ലാം കഴിച്ചേച്ച് പിന്നെ ഞാൻ ആനി ഉണ്ടാക്കി വെച്ചാൽ ഞാൻ തിന്നേച്ച് പറഞ്ഞ് എന്നെ കുറ്റം പറയുകയും ചെയ്യരുത്. ഇതൊന്നും ഇങ്ങനെ പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും, പൊട്ടണ്ട മസ്റ്റല്ല, അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഈ ഉള്ളി ഒരു ഇച്ചിരി മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, അത് ഈ പറഞ്ഞ പോലെ 1.5 ടീസ്പൂൺ ആണേ. നേരത്തെ നമ്മൾ പെരട്ടി വെച്ചപ്പോൾ ചേർത്തായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ സ്പൈസസ് എല്ലാം ഒരു നല്ലൊരു ബ്രൗണിഷ് കളർ ആവണം. അതായത് നമ്മുടെ ഈ ഉള്ളി ഇച്ചിരി വെന്ത് നല്ല ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റണം. ഇല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ആ റോ ടേസ്റ്റ് അങ്ങനെ നിൽക്കും. റോ ടേസ്റ്റ് നിന്നാൽ ഏതൊരു ഡിഷ് നമ്മൾ ഉണ്ടാക്കിയാലും അതിൻ്റെ ടേസ്റ്റ് ഇട്ടത് എയിം എത്തുകയല്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം, ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂപ്പിക്കണം. ആദ്യമേ ഉപ്പിട്ട് എന്നാന്ന് വെച്ചാൽ അറ്റ് ദ ഏർലിയസ്റ്റ് അതൊന്ന് മൂത്ത് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ. സവാള ഒരു ഇച്ചിരി ബ്രൗൺ ആയിട്ടുണ്ട്, പക്ഷെ ഒരുപാട് ബ്രൗൺ ആക്കാൻ ഞാൻ സമ്മതിച്ചില്ല. എന്നാന്നോ മെനക്കേടാ. കാര്യം എന്നാന്ന് വെച്ചാൽ സവാള ഒരുപാട് വഴലും വേണം, അതേപോലെ നമുക്ക് ടൊമാറ്റോ അതേപോലെ ആവണേ. അപ്പം എന്നാൽ പിന്നെ രണ്ടുപേരും കൂടെ കിടന്ന് ഒരുമിച്ച് അങ്ങ് വഴന്നാൽ പോലെ, അല്ലെങ്കിൽ അത്രയും നേരം കൂടെ കളയുന്നതിനാ. പക്ഷെ ആദ്യമേ ഇടാമോ എന്ന് ചോദിച്ചാൽ അത് ഒക്കുകയല്ല. എന്നാന്ന് വെച്ചാൽ ഉള്ളി ഒരു ഇച്ചിരി വെന്താലേ ഒക്കത്തുള്ളൂ. ടൊമാറ്റോ ഇടുമ്പോഴും നോക്കി ചേർക്കണം. എന്നാന്ന് വെച്ചാൽ നാരങ്ങാ നീര് ഇതിനകത്തുണ്ട്, അല്ലാതെ തൈര് ചേർക്കാൻ പോവുക. പുളിയുള്ള ടൊമാറ്റോ ആണെങ്കിൽ നോക്കി വെച്ച് ചേർത്താൽ മതി, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാമല്ലോ. ടൊമാറ്റോ ഒരു ഇച്ചിരി വെന്ത് കഴിഞ്ഞാൽ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, നേരത്തെ 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 കിലോയ്ക്കാണെങ്കിൽ 4 ടീസ്പൂൺ ആണ് കണക്ക്. കാശ്മീരി ആണെങ്കിൽ മറ്റാണെങ്കിൽ 2 എണ്ണം ഇട്ടാൽ മതി. ഒരു കുറച്ച് ജീരകപ്പൊടി,
മല്ലിപ്പൊടി അതേപോലെ 4 ടീസ്പൂൺ ഇടുക. ഈ പൊടിയെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തൈരുണ്ടല്ലോ അതൊരു ഇച്ചിരി ആയിട്ട് ചേർത്ത് കൊടുക്കണേ. ഇച്ചിരി ആയിട്ട് ചേർക്കുക എന്ന് പറയുന്നത് ഒരുപാട് ചേർക്കരുത്. തൈര് നമ്മൾ എപ്പോഴും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം എന്നാണ് പറയുക ഒരു കറിയിലേക്ക് ചേർക്കുമ്പോഴത്തേക്ക്. പക്ഷേ റൂം ടെമ്പറേച്ചറിൽ അല്ലാതെ നമ്മൾ ചേർക്കുവാന്നേൽ അതിങ്ങനെ ഈ പിരിഞ്ഞ് കിടക്കുവേ. അപ്പം അത് ഒരു ഇച്ചിരി എന്നാ പറയുക ഒരു കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയേടല്ലേ നമ്മുടെ ആ ഡിഷിനകത്ത് അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ. ഇനിയിപ്പോൾ അഥവാ നമ്മൾ വീട്ടമ്മമാർ ധൃതി കൂട്ടി പിടിച്ചൊക്കെ എല്ലാം ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ തൈരെടുത്ത് വെളിയിൽ വെക്കാനായിട്ടൊക്കെ മറന്നു പോകും. അപ്പോൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ തണുപ്പ് തൈരാണ് എടുക്കുന്നതെങ്കിൽ ഇച്ചിരി അതായത് ഓരോ സ്പൂൺ നമുക്ക് എത്ര ചേർക്കണ്ടേന്ന് വെച്ചാൽ അത് ഫുള്ള് ഇതിപ്പോൾ ഇത്രയും വേണ്ടെന്ന് വെച്ചാൽ ടൊമാറ്റോ നാരങ്ങ നീരും എല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് ഇത്രയും വേണ്ട. ഞാൻ ചേർക്കുന്നത് ഓരോ സ്പൂൺ വീതം ഒഴിച്ച് ആ ഗ്രേവിയിലോട്ട് ചേർത്ത് നല്ലതായിട്ട് മാഷ് ചെയ്തെടുക്കുക ചെയ്യുക. ആ തൈരിനകത്തെ വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ് പോയിട്ട് നമ്മുടെ ആ ഗ്രേവി ആയിട്ട് നല്ലതായിട്ട് അങ്ങ് ചേരണം. ഈ തൈര് ചേർത്തിട്ട് നമ്മൾ മാക്സിമം എന്നാ പറയുക അതിൻ്റെ മസാല എല്ലാം നല്ലതായിട്ട് മൂത്ത് ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് കിട്ടുന്നിടം വരെ നമ്മൾ ഈ അരപ്പൊന്ന് മൂപ്പിക്കണം. സാധാരണ എണ്ണ പെട്ടെന്ന് തെളിച്ച് കിട്ടാനായിട്ട് നമ്മൾ ഇച്ചിരി എന്നാ പറയുക വെള്ളം ഒഴിച്ചു കൊടുത്ത് അരപ്പ് മൂപ്പിച്ച് അരപ്പ് വേവിച്ചെടുത്ത് ആ വെള്ളം പറ്റുമ്പോഴത്തേക്ക് എണ്ണയും തെളിഞ്ഞ് വരുവേ. ഇതിപ്പോൾ തൈരിൻ്റെ ഒരു വെള്ളം അതിനകത്ത് ഉള്ളിടത്തോളം ആ ടെൻഷൻ വേണ്ട. നമ്മൾ ആ തൈര് ചേർക്കും തോറും നമ്മൾ ഈ അരപ്പാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. വെള്ളത്തിന് പകരം നമ്മൾ തൈര് ചേർക്കല്ലേ. പക്ഷെ പകരമല്ല, തൈര് എത്രയായാലും ഈ കറിക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാൻ പറഞ്ഞ അല്ലാതെ വെക്കുമ്പം തൈര് ചേർക്കാത്ത കറിയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ച് എണ്ണ തെളിയിച്ചേച്ചാൽ മതി. ഇപ്പം എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇച്ചിരി ഒരു മൂത്ത മണം നല്ലതായിട്ട് വരണേ. അല്ലെന്നുണ്ടെങ്കിൽ ആ പച്ചമണം നല്ലോണം നിന്നാലും കറി പിന്നെ വേവുമ്പോഴായാൽ പോലും ആ മണം ത്രൂ ഔട്ട് കാണും. ഏതൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോഴും അതിൻ്റെ ആ ഫുൾ നല്ല വഴറ്റി ആ ക്ഷമയോടുകൂടി ചെയ്താൽ മാത്രമേ ആ കറി ഏറ്റവും നന്നാവുള്ളൂ. ഇതൊരു ഇച്ചിരി സമയം എടുക്കുന്ന കറിയാണ്. അതുകൊണ്ട് തന്നെ ചീത്ത വിളിക്കല്ലേ. ഇതൊരു എന്നാ പറയുക ഒരു ചപ്പാത്തിക്കോ വൈകിട്ട് ഡിന്നറിനൊക്കെ ഇതാക്കാൻ നല്ലതാ. അത് കുറച്ച് നേരത്തെ ചെയ്ത് വെച്ചാൽ ഇറച്ചിയിലൊക്കെ നല്ലതായിട്ട് പിടിക്കുകയും ചെയ്യും. എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇടുവാണ്. ഈ അരപ്പ് നല്ല അസലായിട്ട് ആ ചിക്കനെ പെരട്ടി എടുക്കണം. ഇനി ഇതിന് ചാറാണ് വേണ്ടിയത്. ചാറിന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിക്കണം. ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ചാറിന് കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ചാലേ ചിക്കൻ വെന്ത് വറ്റി വരുമ്പോൾ നമുക്ക് വേണ്ടി ഗ്രേവി എത്തുള്ളൂ. ഇപ്പം ഇതിന് നെകയ്ക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഇപ്പം കറിയിൽ മസാല നല്ലതായിട്ട് ഫുൾ അതങ്ങ് എന്താ പറയുക ഫുൾ ഇളകി നമ്മൾ ആദ്യം ചേർത്തതും പിന്നെ മൂപ്പിച്ച മസാലയും എല്ലാം ഇതിനകത്തായിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കസൂരി മേത്തി. കസൂരി മേത്തി ഒരുപാട് ഇടരുത്. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും. പക്ഷേ എന്നാലും ഈ കറിയുടെ ഗ്രേവിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വാങ്ങാൻ നേരം ഉണ്ടല്ലോ അത് കുറച്ചുകൂടെ ചേർത്താലേ നല്ലൊരു മണം വരുള്ളൂ. ഇതിനകത്ത് മല്ലിയില ആണ് കൂടുതൽ ഇടുന്നത്. അതിപ്പോൾ ഇടണ്ട, വാങ്ങാൻ നേരം ഇട്ടേച്ചാൽ മതി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ കറി നല്ല അസലായിട്ട് ചിക്കൻ വെന്ത് ആ ചാറും കൂടെ ഇറങ്ങി നമുക്ക് എത്രയാ എന്നാ പറയുക കറി വേണ്ടതെന്ന് വെച്ചാൽ ആ കണക്കിന് ഓഫ് ചെയ്യുക.
തിളച്ച് കഴിഞ്ഞിട്ട് സിമ്മയിൽ വെച്ചാൽ മതി. സിമ്മയിൽ വെച്ച് കഴിയുമ്പോൾ ചിക്കൻ ആ ഒരു ചൂടിലിരുന്ന് വെന്ത് നമുക്ക് ആവശ്യമുള്ള ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ. അതല്ല ഗ്രേവി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കൂടുതൽ ഒഴിച്ചാൽ മാത്രം മതി. ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബട്ടൂരയുടെ കൂടെയോ നാണിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പലഹാരം ബറോട്ടയുടെ കൂടെയോ കഴിക്കുന്നതാണ് നല്ലത്. ടേസ്റ്റ് കോമ്പിനേഷൻ പറയുന്നതാണ്, പക്ഷെ ബറോട്ട അധികം കഴിക്കരുതെന്ന് ഞാൻ പിന്നെയും പറയും. പിന്നെ കോമ്പിനേഷൻസ് നമ്മൾ ഏത് ഡിഷ് എടുക്കുമ്പോഴും ഏറ്റവും നല്ലത് കോമ്പിനേഷൻ വരുമ്പോഴാണ് ആ ഒരു ഡിഷിൻ്റെ എന്താ പറയുക ടേസ്റ്റും അതിൻ്റെ ആ ഒരു ഇത് നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ നല്ല രുചിയുള്ള വിഭവമായിരുന്നു എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആ കറിക്കുള്ള കോമ്പിനേഷൻസ് ആണ് എപ്പോഴും ജഡ്ജ് ചെയ്യുന്ന ഒരു കറീനെ പറ്റി. അപ്പം ഏറ്റവും നല്ല കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂട്ടി കഴിക്കണം എന്നുണ്ട് എങ്കിൽ നമുക്ക് ചിക്കൻ വെന്താലേ പറ്റത്തുള്ളൂ. നമ്മുടെ ചിക്കൻ കറി നല്ല റെഡ് കളറാണ്. ഞാൻ ഇട്ട റെഡ് കളർ കണ്ടേച്ച് നിങ്ങളിത് ഭയങ്കര എരിവാന്ന് കണക്ക് കൂട്ടരുത്. ഇത് കാശ്മീരി ചില്ലി ഇടുന്നോണ്ടാണ് ഇത് ഏറ്റവും നിറം കിട്ടുന്നത്. എപ്പോഴും അറിയുന്ന പോലെ എരിവ് കുറവായിരിക്കും, നിറം കിട്ടും, കറിക്ക് നല്ല കൊഴുപ്പുമായിരിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ. പിന്നെ ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു നാണ് ബട്ടൂര ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇതെല്ലാം മൈദ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഹെൽത്തും കൂടെ ചിന്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് കുറച്ച് വെള്ളയപ്പം വെച്ചത്. ഇപ്പോൾ അപ്പവും ഇറച്ചിക്കറി എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ. അത് നമ്മുടെ നാടനായാലും ശരി കുറച്ച് നോർത്ത് ഇന്ത്യൻ ആയാലും ശരി ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ്. വെള്ളയപ്പം നമ്മൾ അധികം നമ്മുടെ ആനീസ് കിച്ചണിൽ ഉണ്ടാക്കിയിട്ടില്ല. അത് ഒരു പ്രാവശ്യം നമുക്ക് ആനീസ് കിച്ചണിൽ ഉണ്ടാക്കണം കേട്ടോ. എൻ്റെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരുന്നത്. കാര്യം എന്നെക്കാട്ടിലും കൂടുതൽ ചിലപ്പോൾ പരിചയം ഉണ്ടാവും. അതിന്റെ സ്വാതന്ത്ര്യം തന്നെ എടുത്തിട്ടുണ്ട്. നമസ്തേ. ഇതെന്താണോ മൊത്തം പച്ച കിളിയായിട്ട് വന്നേക്കാരോ. ഇത് എത്ര പാട്ട് പാടാന്നറിയോ? പാട്ട് ഞാൻ പാടുകയില്ല, പാടിക്കഴിഞ്ഞാൽ താൻ എന്നെ എടുത്തിട്ട് തല്ലും. അതിലും ഭേദം നമുക്കിപ്പോ ഈ പച്ചക്കിളിയെ കാണുമ്പം എത്ര പാട്ടുണ്ട് അല്ലേ? പച്ചപ്പനം. യെസ്, അതൊക്കെ ഉദ്ദേശിച്ചിട്ട് തന്നെ ഇത്ര പാട്ടുണ്ടെന്ന് അറിഞ്ഞു വെച്ചോണ്ട് പച്ച ഇട്ടതാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടോ, അമൃത്തെ കണ്ടിട്ട് ശരിക്കും ഭയങ്കര ഒരു ശാലീന സുന്ദരി ആയിട്ട് കുറച്ച് നാളായിട്ട് ഒരു മലയാള പെൺകുടി എന്നൊക്കെ പറയിട്ടില്ലേ നമ്മള് സിനിമയിലൊക്കെ അന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഇപ്പൊ കണ്ടു. എപ്പോഴും ഇങ്ങനെയാണോ മോളെ എവിടെ പോയാലും? ഇതാണ് ഇഷ്ടം. പുറത്തു പോയാലും സാരിയും പിന്നെ എന്താ പറയാ ഒരു സ്ത്രീനഴക് എന്ന് പറയുന്ന സാരി ആയിരിക്കും. കുറെ നാളുകൾക്കായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ പോവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. മനസ്സിനകത്ത് തന്നെ നമുക്കൊരു കുളിർമയൊക്കെ വരിക എന്ന് പറയില്ല, ആ സന്തോഷം. മറ്റത് എനിക്ക് ജീൻസ് ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട്, ഇതാന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു പെൺകുട്ടി എനിക്കിഷ്ടം ഇങ്ങനത്തെ പെൺകുട്ടികളായിട്ടോ. ശരിക്കും ഒരു അനിയത്തി കുട്ടിയെ പോലെ ഉണ്ട്. എവിടെ പോകുമ്പോഴും ഇങ്ങനെ പോയാൽ മതി കേട്ടോ. കണ്ടിട്ടും കൊതിയാകുന്നു. അതായത് നോക്കിക്കൊണ്ടിരിക്കാനേ തോന്നുക. നല്ലതായിട്ട് ഒരു പെൺകൊച്ചു ഒരുങ്ങി വരുന്ന കാണാൻ അല്ലെങ്കിലും നല്ല ശീല അല്ലേ? ആരായാലും നോക്കൂല്ലേ? ഉറപ്പായിട്ടും അല്ലേ, നോക്കണമല്ലോ. അങ്ങനെ അതിന്റെ അടുത്ത് രണ്ടുണ്ട്. അപ്പൊ ചോദിച്ചപ്പോ അങ്ങനെയല്ല, ഇങ്ങനെയാണ്. പക്ഷെ അതൊരു രസം കേട്ടോ. ഈ പ്രായത്തിൽ കാണിക്കുന്ന മിസ്ചീവ്നെസ് അല്ലാതെ നമുക്കിപ്പോ ഒരു പ്രായം കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ മാക്സിമം മിസ്ചീവ്നെസ് ചെയ്യുന്നതൊക്കെ ഇപ്പൊ തന്നെ ചെയ്തോ, നോ പ്രോബ്ലം. അത് നമ്മൾ ആസ്വദിക്കുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഇത്രയും ഒരു പാവം പിടിച്ച ഒരു കുട്ടി ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ് നെഗറ്റീവ്, കംപ്ലീറ്റ് അല്ലെങ്കിലും ഒരു ഓൾമോസ്റ്റ് അല്ലെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണോ ഈ ഒരു സ്വഭാവം വെച്ച് ആ ക്യാരക്ടർ ചെയ്യുന്നത്? എന്തോ എന്നെ കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നുന്നതായിരിക്കും. പക്ഷെ പാവമാണ്. പക്ഷെ വിളിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെ ആയി പോകുന്നേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ചെയ്തത് സോഫ്റ്റ് ആയിരുന്നു. അനിയത്തി കുട്ടിയുടെ ക്യാരക്ടേഴ്സ് ആയിരുന്നു. പിന്നെ ഹീറോയിൻ ക്യാരക്ടേഴ്സ് ചെയ്തു. പിന്നെ എൻ്റെ ഒരു ഇതെല്ലാം ഞാനൊരു ചാനലിൽ ഒരു സീരിയൽ ഹീറോയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ നമ്മുടെ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ 7 o'clock ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു സീരിയലിന് എന്നെ വിളിച്ചത് 7:30. സീരിയലിന്റെ കഥ തുടങ്ങിയാൽ നിൽക്കില്ല, അതുകൊണ്ട് കേൾക്കാനുള്ളതല്ല സീരിയലിന്റെ കഥ. നമുക്ക് അവിടെ പോവാം. വന്നേ, ശരി. ഇതിൽ തന്നെ നോക്കണ്ട, തെരിയല്ല. ഇവിടെ താൻ ചിക്കൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാന്ന്. ചുമ്മാ അല്ല എന്നെ നോക്കാതെ ചിക്കൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ, തന്നെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അതിലെങ്ങാനും കൈ വെച്ച ബാക്കി ഞാൻ പറയാം. എനിക്ക് എന്താന്നറിയോ, അമൃതയുടെ വിശേഷമൊക്കെ ഒന്ന് അറിയണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആയിക്കോട്ടെ. പിന്നെ ആണെങ്കിൽ ചിക്കൻ കിട്ടുമല്ലോ, ആ ഒരു എയിമിൽ വേണമെങ്കിൽ പറയാം. പിന്നെന്താ, ഒരു എയിം എപ്പോഴും ഉള്ളത് നല്ലതാ. ചിക്കൻ അതുകൊണ്ട് നമ്മുടെ ഈ മുന്നിൽ കാര്യം വെച്ചിട്ടേ എല്ലാം ചോദിച്ചു മനസ്സിലാക്കുമെന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞാലാണ് അമൃതയുടെ മുമ്പിൽ ചിക്കൻ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാന്ന്.
സീരിയലിന്റെ കഥ ബാക്കി പറഞ്ഞേ. എന്നെ കാണുമ്പോഴെല്ലാം ചിലപ്പോൾ എനിക്ക് അറിയില്ല ഇങ്ങനെ ഓർണമെന്റ്സ് ഇതൊക്കെ ഇടുന്നതുകൊണ്ടായിരിക്കാം. ഫസ്റ്റില് പോസിറ്റീവ് ക്യാരക്ടേഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ചാനലില് ഒരു 7 o'clock ഒരു സീരിയലിൽ നായികയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 7:30 വേറൊരു സീരിയലിൽ വിളിച്ചു. സാറ് വിളിച്ചോണ്ട് ചോദിച്ചു, അമൃത 2 റോളുണ്ട്, നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട്, ഏത് ചെയ്യണം? തപ്പന് കയറി നെഗറ്റീവ് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ഒരു സീനിൽ അറ്റ് എ ടൈം ഒരു നായികയായിട്ട് ചെയ്തു, സെയിം അടുത്ത ടൈമിൽ ചെയ്യണ്ടല്ലോ എന്നൊരു വെറൈറ്റിക്കൊന്ന് പറഞ്ഞതാ. പിന്നെ അത് തന്നെ അത് കാറ്റഗറൈസ്ഡായി. പിന്നെ നായിക സെക്ഷനൊന്നും ഇല്ല, പിന്നെ ഫുൾ നെഗറ്റീവ്. ഇപ്പം എന്തെങ്കിലും വർക്ക് അമൃത സീരിയൽ ഉണ്ട് കേട്ടോ, ചേട്ടൻ നെഗറ്റീവ് അല്ല, ഓക്കെ അത് തന്നെയാണ്. പിന്നെ തിരിച്ച് ചോദിക്കണ്ടേ ഏത് ക്യാരക്ടറാണ് എന്നെ വിളിക്കുന്നതെന്ന്, അങ്ങ് പറയും നെഗറ്റീവാണ്. പക്ഷെ മോളെ ആദ്യമൊക്കെ കൊറേ ഒരു എന്താ പറയാ ഒരു ഡിവോഷണൽ ടൈപ്പ് സീരിയൽസ് ഒക്കെ കുറേ ചെയ്തിരുന്നു. അത് ഞാൻ വന്ന ടൈമിലാണ്. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് വേളാങ്കണ്ണി മാതാവ് എന്ന് പറഞ്ഞ സീരിയലാണ്. ആ സീരിയൽ പിന്നെ മെർലാൻഡിന്റെ ശ്രീ മഹാഭാഗവതം, സ്വാമി ശരണപ്പ, അങ്ങനെ ഫുൾ ഫസ്റ്റിലെ എൻ്റെ എല്ലാ സീരിയൽസും ഡിവോഷണൽ ദൈവം കൃപയാൽ അങ്ങനെ ഡിവോഷണൽ സീരീസ് ആണ് കൂടുതൽ ചെയ്തത്. അങ്ങനെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഓട്ടോഗ്രാഫ് ചെയ്യുന്നത്, ഒരു ക്യാരക്ടർ ബേസ്ഡ് ചെയ്യുന്നത്. അതിൽ അത് കണ്ടിട്ട് അതാണ് കൂടുതൽ ജനങ്ങൾക്ക് ജ്യോതി എന്ന് പറയുന്ന ക്യാരക്ടർ ബൂസ്റ്റ് ആയിരുന്നു. അത് കണ്ടിട്ട് പിന്നെ ചക്രവാകത്തിലെ നായികയായിട്ട് വിളിക്കുകയായിരുന്നു. ഒരു ദൈവിക റോളും നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് എന്തെങ്കിലും, അതായത് ആ ഒരു ക്യാരക്ടർ ഇപ്പോൾ സപ്പോസ് വേളാങ്കണ്ണി മാതാവിന്റെ ഒരു ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വരും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് വരും. ഏതെങ്കിലും ഒരു ഈ ഡിവോഷണൽ ക്യാരക്ടേഴ്സ് ചെയ്തപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട്? ഡിവോഷണൽ ക്യാരക്ടർ ചെയ്യുന്നത് ഞാൻ 2009 ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. ഈ ഫീൽഡിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഈ ഫീൽഡിൽ വരുന്നത്. ഞാൻ അഭിനയം എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് പാട്ടിനും ഡാൻസിനും കയറും, പക്ഷെ കലാതിലകം അങ്ങനെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. തിരുവാതിര, ഒപ്പന, അങ്ങനെ ചെറുതായിട്ട്. ഡാൻസ് പഠിച്ചിട്ടില്ല, തിരുവാതിര ഒപ്പന അറിയാം. ഓക്കെ, അത് രണ്ടും അങ്ങനെ. പിന്നെ പാട്ട്, ചെറിയൊരു പാട്ട്, ലളിതഗാനം അങ്ങനെയൊന്നും അല്ല, ചുമ്മാ മൈക്ക് കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് പാടും, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രോഗ്രാമിൽ കോമഡി സ്റ്റാറിൽ അതിലൊരു പ്രോഗ്രാം കാണാൻ പോയതാണ്. ഞങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ വില്ലേജിലുള്ള കുറച്ച് പേര് കാണാൻ പോയി. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തതിനേക്കാളും നല്ല മുടി ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അന്ന് അവരുടെ ഒരു മുടിയഴകം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവർ ടെലികാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഓഡിയൻസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാമറ എന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണാം. അപ്പം സ്ട്രെയിറ്റ് ഒരു ഇതിൽ നമുക്ക് ആ ഓഡിയൻസിനെ കാണാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ സ്ക്രീനിൽ നോക്കിയപ്പോൾ എന്നെ ഇങ്ങനെ നോട്ട് എഴുതുന്നുണ്ട്. ഞാൻ ഒന്നാമത് ഷൈ ആളാണ്. എനിക്ക് അവിടെ ഇരിക്കണോ നിൽക്കണോ പോണോ എന്നുള്ള ഒരു ചമ്മൽ, ആരുടെയും മുഖത്ത് നോക്കാനും വയ്യ, ചിരിക്കുകയും വേണം എന്നുള്ളൊരു ഇതിലായിരുന്നു. എന്നാൽ പ്രോഗ്രാം കാണുകയും വേണം എന്നുള്ള. പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ റജി എന്ന് പറഞ്ഞൊരു ചേട്ടൻ എടുത്ത് പറഞ്ഞു, അമൃത ഇങ്ങനെ ഒരു അവരുടെ മുടിയെടുക്കുന്ന പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചു. എടുത്ത് പറയാൻ പറഞ്ഞു, ചേട്ടാ സോറി ഞാൻ ചെയ്യില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അച്ഛനടുത്ത് നിന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാവോ എന്ന്. അപ്പം അച്ഛനും പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല, സോറി ഞങ്ങളുടെ കാറ്റഗറിയേ അല്ല, വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് പോയി. ഒരു 3-4 ദിവസത്തേക്ക് ചേട്ടൻ ഫോൺ കോൾ വിളി. അപ്പം അച്ഛൻ പറഞ്ഞു, ചെയ്ത് നോക്കാം, മുടിയല്ലേ, പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ പ്രോഗ്രാം ചെയ്തു. ആ പ്രോഗ്രാം ചെയ്ത് അത് ടെലികാസ്റ്റിംഗ് ആയപ്പോൾ അതിൻ്റെ ടെലികാസ്റ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ കോമഡി സ്റ്റാറിൽ ശ്രീനാഥ് ഏട്ടൻ്റെ പേരായിട്ട് ഒരു പെർഫോമൻസ് ചെയ്യണമായിരുന്നു. അങ്ങനെ ആ പെർഫോമൻസും കൂടെ വന്നപ്പോൾ അതിനും വിളിച്ചു. ആദ്യത്തെ അതേ ആറ്റിറ്റ്യൂഡായിരുന്നു, സോറി ചേട്ടാ എനിക്കെന്താ അറിയില്ല, എനിക്ക് പറ്റില്ല, എന്നെ നിർബന്ധിക്കരുത് എന്നൊക്കെ ഉള്ളൊരു മടി പോലെ. അതായത് ഈ ഫീൽഡ് ഞാൻ നമ്മുടെ മൈൻഡിൽ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ശരി അതും ചെയ്തേക്കാം എന്നുള്ള രീതി ജസ്റ്റ് ഒന്ന് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ടെലികാസ്റ്റിംഗ് ഡേറ്റ് അടുത്തടുത്തായിരുന്നു. അപ്പോൾ ഇത് ചിപ്പിച്ചിട്ട് ഹസ്ബൻഡ് കണ്ടിട്ട്, രഞ്ജേട്ടൻ കണ്ടിട്ട് വേളാങ്കണ്ണി മാതാവ് എന്ന് പറഞ്ഞ സീരിയലിൽ ഫസ്റ്റ് ടൈം വിളിക്കുന്നു. അപ്പോൾ ഫസ്റ്റിലെ പുരാണ സീരിയലായതുകൊണ്ട് അഭിനയം എന്ന് പറഞ്ഞൊരു സാധനം എനിക്കറിയില്ല. സ്കൂളിലെ നാടകത്തിന് പോലും ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. ചെയ്തേക്കാം നോക്കാം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു. ഫസ്റ്റിൽ തന്നെ എൻട്രി വരൂ, ഞാൻ അവിടെ ഇക്കാവും, എൻട്രി വരൂ,
റൈറ്റ് നോക്കും, ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് റൈറ്റ്, ക്യാമറ റൈറ്റ് അവരങ്ങനെ പറയുന്നത്, ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ യൂസ്ഡ് ആയി. ഇങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഞാൻ ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ചിട്ട് വന്നതോ അല്ലെങ്കിൽ എനിക്കൊന്ന് അഭിനയിക്കണം, ഒന്ന് ജസ്റ്റ് എങ്കിലും ഇതിലൊന്ന് മോഹം കാണിക്കണം എന്ന് പറഞ്ഞിട്ടോ ഒന്നും അല്ല വന്നത്. ഒന്നും ഇഷ്ടമല്ല. പക്ഷെ എയിം എന്നായിരുന്നു കുഞ്ഞിലെ? എന്തോ ടീച്ചറാവാനായിരുന്നു ആഗ്രഹം. എല്ലാ പെൺകുട്ടികളൊക്കെ പറയുന്നല്ലേ. ഓക്കെ, ടീച്ചർ, ഒരു ടീച്ചിങ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കുട്ടികൾ, അതും വലിയ ക്ലാസ് അല്ല, കുഞ്ഞു കുഞ്ഞുകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ അവരുടെ ഫേസിൽ നോക്കുമ്പോഴേ നമുക്ക് എന്താ പറയാ, കുറച്ചു നേരം നമ്മുടെ മനസ്സ് കൂളായിരിക്കട്ടെ. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അവരുടെ അടുത്തേക്ക്, ഒരു കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും പോകും. അപ്പോൾ അവരെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിന്റെ മാലാഹമാരെ പോലെ, കള്ളയില്ല കപടയില്ല, ആകെ അറിയുന്നുള്ളൊരു ചിരിയാണ്. പിന്നെ എന്തെങ്കിലും കുഞ്ഞുകുട്ടികളെ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ കരച്ചിലും കാണും. ഇത് രണ്ടും മാത്രമേ അവർക്ക് അറിയൂ. ഒന്നെങ്കിൽ ചിരിയുടെ അങ്ങറ്റും ഇല്ലെങ്കിൽ കരച്ചിലിൻ്റെ ഇങ്ങറ്റും. അപ്പോൾ അവരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇന്നും കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ കുഞ്ഞു കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഏതുള്ള ആർക്കും ഇഷ്ടമാണ് ചിരിയും കരച്ചിലും. ഇതൊന്ന് കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ആ കുഞ്ഞ് അവിടെ കിടന്നൊക്കെ അക്രമം കാണിക്കുമ്പോൾ ഉള്ള ടെൻഷനും കൂടെ കൂട്ടിയിട്ട് എന്താ പിന്നെ ബാക്കിയുള്ളത് ഞാൻ പറയണ്ടല്ലോ, ആ ഒരു അവസ്ഥയാണ്. ഒറ്റ മോളാന്നാ വീട്ടില്? എനിക്ക് അനിയനുണ്ട്. ഇപ്പൊ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മൂത്ത കുട്ടിയാണ്. റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടായിരുന്നു. അതെന്താണ് ഈ ഒരുപാട് ഇത്ര ചെറിയ പ്രായത്തില്? ഒരുപാട് എന്ന് പറയാൻ കാരണം എന്റെ അച്ഛന് ഒരു ആക്സിഡന്റ് പറ്റി ഈ ഫീൽഡിൽ വന്നപ്പോൾ. അതായത് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഒരു 3 മാസം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ പറയാ, അത്ര എക്സ്റ്റാബ്ലിഷ്ഡ് അല്ലായിരുന്നു ഞാൻ. അപ്പൊ അന്ന് വന്ന സമയത്ത് അച്ഛനൊരു പാരിപ്പള്ളിയിൽ വെച്ചിട്ട് ബസ്സിൽ ലോറിയും കൂടെ കൂട്ടിയിടിച്ചിട്ട് അച്ഛനൊരു ആക്സിഡന്റ് പറ്റിയല്ലേ 2 കാലും ഒടിഞ്ഞു പോയി, ഡിസ്ക് ടോട്ടലി കട്ടായിപ്പോയി. അപ്പോൾ 1.5 വർഷം കോമ സ്റ്റേജ് ആയിരുന്നു. അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ തന്നെ ഒരുപാട് എന്താ പതുക്കെ എന്താണ് ഇത്, കാല് രണ്ടും മുറിഞ്ഞു, അതെ, ഡിസ്ക് കംപ്ലീറ്റ്ലി പോയി, കട്ടായി പോയി. മീൻസ് നമ്മുടെ മേലത്തെ ബോഡിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ടച്ചുമില്ല. അങ്ങനെയായിരുന്നു. പിന്നെ 1.5 വർഷം കോമ സ്റ്റേജ്. അയ്യോ, 1 വർഷം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ഫീൽഡിലോട്ട് ഇത് തന്നെയാണ് ചോറെന്നും പറഞ്ഞ് ഇറങ്ങേണ്ടി വന്നത്. മീൻസ് മൂത്ത മകളായത് കൊണ്ട് കുടുംബഭാരം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അച്ഛൻ ഗാർമെന്റ്സിലായിരുന്നു. 10 വർഷം ഞങ്ങൾ ഷോപ്പിട്ടിരുന്നു, ടൈലറിങ് ഷോപ്പിട്ടിരുന്നു. അപ്പൊ അച്ഛന് ആക്സിഡന്റ് പറ്റിയപ്പോ ടൈലറിങ് അല്ലേ, അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ 1.5 വർഷം കിടക്കേണ്ട സാഹചര്യവും ആയിരുന്നതുകൊണ്ട് പിന്നെ കുടുംബം കൊണ്ടുപോകുന്നതിനെ മൂത്തതൊരു ചേട്ടനോ ചേച്ചിയോ ആരും ഇല്ലാത്തതുകൊണ്ട് കുടുംബം ഒന്ന് നോക്കേണ്ട, ഒരു ആണിന്റെ ചുമതല ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം വന്നു. ശരി, അച്ഛന് നല്ല ആരോഗ്യമായിട്ടിരുന്ന സമയത്ത് പലരും അത് തന്നോട് ഓഫേഴ്സ് പറഞ്ഞപ്പോഴും നമുക്ക് ഈ ഫീൽഡിനോട് താല്പര്യമില്ല എന്നുള്ളത് നമ്മൾ റിജക്ട് ചെയ്ത് പോയതാണ്. പിന്നെ അച്ഛന് മേലാതായപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുക്കണം. അതിൻ്റെതായ കാര്യങ്ങളും ചുമതലകളും എല്ലാ കാര്യങ്ങളും അതിന്റെ 4 സൈഡഡ് ഉണ്ട്. അപ്പം ആസ് എ മൂത്ത കുട്ടി എന്ന നിലയ്ക്ക് താൻ കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി. ഇതാണ് എന്റെ ചോറ് എന്ന് പറഞ്ഞ് താൻ ഇറങ്ങാൻ തീരുമാനിച്ചു. ആ തീരുമാനിക്കണമെങ്കിൽ ഇതിന്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ വേണമല്ലോ ഇതിലേക്ക് തിരിച്ചു വരാൻ. ഇല്ല, അപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഈ ഡിവോഷനിൽ മാത്രം ഇങ്ങനെ മെല്ലാൻഡിന്റെ വർക്കിൽ ഇങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷമാണ് 3 മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ആക്സിഡന്റ് പറ്റുന്നത്. ഓക്കെ, അങ്ങനെ കുടുംബത്തിന്റെ നെടുന്തൂണാവേണ്ടി വന്നു. പിന്നെ ആ സമയത്ത് എൻ്റെ അനിയൻ 6ാം ക്ലാസ്സിൽ പഠിക്കായിരുന്നു. അപ്പോൾ പിന്നെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ഫാമിലിയിൽ നിന്നായിരുന്നാലും അമ്മയുടെ ഫാമിലിയിൽ നിന്നായിരുന്നാലും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അവര് മീൻസ് ഞാൻ എൻ്റെ അച്ഛൻ കരയുന്നത് ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അച്ഛൻ വീണ കടന്ന ആ സമയത്ത് അച്ഛൻ കോമ വന്നപ്പോൾ അച്ഛൻ എൻ്റെ മുമ്പ് കരഞ്ഞു. മേലാതായി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്, ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഇതിൽ പറഞ്ഞു നോക്കാം, ഒരേ കിടപ്പാണല്ലോ, കോമയിലും ആയതുകൊണ്ട് ഒരു കാലിൽ കമ്പിയിടാം, മറ്റേ കാലിൽ മുറിച്ച് കളയാം എന്നുള്ളൊരു സ്റ്റേജിലായിരുന്നു.
അപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ ഫാമിലിയിൽ നിന്ന് അച്ഛൻ്റെ ഫാമിലി ആരും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും വെളിയിൽ ഇങ്ങനെ ഇരിക്കാറ്. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു മനുഷ്യൻ, നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരാൾ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, എന്താ കുഞ്ഞെ, എന്താ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഇതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഒരു ബുക്ക് തന്നു. അപ്പം എനിക്ക് എന്താണെന്നറിയില്ല, ആ ബുക്ക് ഇത് വച്ചേക്ക്, നിനക്കൊരു സമാധാനം കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിത് എൻ്റെ മടിയിലിങ്ങനെ വച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പുള്ളിക്കാരനോട് എൻ്റെ കഥ പറയുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ കണ്ണീര് ഫുൾ ഈ ബുക്കിൽ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഈ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നേഴ്സ് വന്ന് പറഞ്ഞു, അകത്ത് ഇത്തിരി ക്രിട്ടിക്കലാണ്, 8 കുപ്പി ബ്ലഡ് വേണം, ബ്ലഡ് അത് കട്ട പിടിക്കുന്നുണ്ട്, അതപ്പോൾ അലിയിച്ച് കളയണം, റീഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോൾ ബ്ലഡ് ഇല്ല. അപ്പം ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇതിലാണെങ്കിലും ചെന്ന് വിളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം വന്നതിനോട് ചോദിച്ചു, എന്താ മോളെ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ബ്ലഡിനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. മോള് ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വിത്തിൻ സെക്കൻഡ് കൊണ്ട് എനിക്ക് ആ ബ്ലഡ് കൊണ്ടുവന്നു. അപ്പോൾ നേഴ്സ് ഇങ്ങനെ വന്നിട്ട് എൻ്റെ പുള്ളിക്കാരൻ ഇങ്ങനെ തരണം, ഞാനത് മേടിച്ച് നേഴ്സിന് ഇങ്ങനെ കൊടുക്കുകയാണ്. കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ പുള്ളിക്കാരനെ ചോദിച്ചു, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നുമില്ല, അഡ്രസ്സ് തരാണെങ്കിൽ ഞാൻ അങ്ങോട്ട് എത്തിച്ച് തരാം, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അത് നീ വഴിയെ മനസ്സിലാക്കും, ഇത്രേ പറഞ്ഞുള്ളൂ എന്നോട്, അത് നീ വഴിയെ മനസ്സിലാക്കും എന്ന് പറഞ്ഞു. ഞാൻ അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ ഈ അടുത്ത ഇത് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുന്ന പുള്ളിക്കാരനെ കാണാനേ ഇല്ല. വിത്തിൻ സെക്കൻഡ് കൊണ്ട്, അതായത് ഈ തിരിയുന്ന ആ സെക്കൻഡ് കൊണ്ട് പുള്ളി ഇല്ല അവിടെ. ഞാൻ ഇന്നേ വരെ പിന്നെ ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഇന്നും ആ രൂപം ഉണ്ട്. ആ രൂപം ഇന്നേ വരെ എൻ്റെ മനസ്സിൽ നിന്ന് കട്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു വിഷമം എൻ്റെ മനസ്സിൽ വരുമ്പോൾ ആ രൂപം എനിക്കത് ഫീൽ ചെയ്യുന്നു. അന്നത്തെ അവരുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അച്ഛൻ എങ്ങനെ റിക്കവർ ആയി? അച്ഛൻ അത് കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ഗോപകുമാർ സാറ് ചീഫ് ഡോക്ടറായിരുന്നു കേസ് നോക്കിയിരുന്നത്. അപ്പം ഡോക്ടർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഭാഗ്യമുള്ള കുട്ടിയാ നീ, അതായത് അച്ഛന് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു കാലം മുറിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് അവർ കയറ്റിയത്. ഒരു കാലിൽ കമ്പിയിട്ട് നെക്സ്റ്റ് കാലിൽ കട്ട് ചെയ്യാൻ വേണ്ടി കത്തിയെടുത്തപ്പോൾ അവർക്ക് എന്തോ ഒരു പോസിറ്റീവ് ഫീൽ ചെയ്തു. അവർ മോണിറ്ററിൽ നോക്കിയപ്പോൾ മറ്റേ കാലിൽ ചെറിയൊരു വേരിയേഷൻ കണ്ടിട്ട് ഡോക്ടറുടെ ചിലവിലാണ് മറ്റേ കാല് ഡോക്ടർ എത്രയും പെട്ടെന്ന് അത് ഓപ്പറേറ്റ് ചെയ്ത് മറ്റേ കാലും കൂടെ കമ്പിയിട്ട്, അതായത് മുറിക്കേണ്ടി വന്നില്ല. പക്ഷെ ഇന്ന് എൻ്റെ അച്ഛൻ ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടും ഒരു മുടന്തില്ലാതെ, ആക്സിഡൻറ്റ് പറ്റിയ ഒരാളാണെന്ന് പോലും ഞങ്ങൾ പറഞ്ഞല്ലാണ്ട് ആർക്കും അറിയില്ല. ആ രീതിയിലാണ് എൻ്റെ അച്ഛൻ നടക്കുന്നത്. ഈശ്വര, അത് ശരിക്കും ഈശ്വരൻ്റെ ശരിക്കും ഒരു അനുഗ്രഹം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞ ഒരു ഈശ്വരനായിട്ടാണോ അദ്ദേഹം ആ ഒരു വ്യക്തി വന്നതെന്നുള്ളതും എനിക്കറിയില്ല. അല്ലേ, ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നമ്മൾ പറയില്ലേ, ആപത്ത് ഘട്ടങ്ങളിൽ നമുക്ക് പല രൂപങ്ങളിലായിരിക്കും ദൈവം വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ദൈവമായിട്ട് വന്നത് അയാൾ തന്നെയായിരുന്നു. പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ടേ മോളെ, ഇപ്പൊ തന്നെ മോക്ക് ഒരുപാട് പ്രായമായി, അങ്ങനെ ഒരു മെച്യോറിറ്റി എത്തി എന്ന് പറയാനും പറ്റത്തില്ല. പക്ഷെ എന്നാൽ മോള് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത സമയത്ത് അത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി? ഹാൻഡിൽ ചെയ്യാൻ പറ്റി അതൊരു സിറ്റുവേഷൻ, ഈ ഫീൽഡിൽ ആയിരുന്നു, ഈ ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് എനിക്കത് തരണം ചെയ്ത് പറ്റിയത്. ഫീൽഡില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബം ആത്മഹത്യയുടെ വക്കിലായിരുന്നു. അയ്യോ, കാരണം വെച്ചാൽ അതായിരുന്നു സ്റ്റേജ്. കാരണം വെച്ചാൽ വീട്ടിൽ നിന്ന് ആരും സപ്പോർട്ടില്ല, അച്ഛൻ കിടപ്പിലാണ്, അമ്മയ്ക്ക് ജോലിയില്ല, പിന്നെ മൂത്ത മകളായതുകൊണ്ട് തന്നെ ആർക്കും അത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ട്. അറിയാലോ, ഒരു മൂത്ത മകളാകുമ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അച്ഛൻ്റെ ഭാഗത്ത് നിന്നാലും അമ്മയുടെ ഭാഗത്ത് നിന്നാലും അവരുടെ എന്താ പറയുക, ഞാൻ നോക്കിക്കൊള്ളാം, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഒരാൾ നിങ്ങളെ കുടുംബക്കാരില്ല എന്നല്ല, എൻ്റെ അച്ഛൻ്റെ ഫാമിലിയും അമ്മയുടെ ഫാമിലിയും നമുക്ക് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. പക്ഷെ ഒരാൾ പോലും ഒരു ദിവസം ഒരാളെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നിട്ടില്ല. ഞങ്ങൾ ഇത്രയും ആക്സിഡന്റ് പറ്റിയിട്ട് കഴിച്ചോ കുടിച്ചോ എന്ന് പോലും ചോദിക്കാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ സത്യമായിട്ടും ഈ ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് എനിക്കത്, അതുവരെ ഞാൻ ഈ ഫീൽഡിന് വേണ്ട എന്നൊക്കെ റിജക്റ്റ് ചെയ്തെങ്കിലും അതിനുശേഷം അച്ഛൻ വീണതോടുകൂടിയാണ് ഇതാണ് എൻ്റെ ചോറ്, ഇതിൽ നിന്ന് എനിക്ക് മോചനം, എൻ്റെ ലൈഫിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് സീരിയസ് ആയിട്ട് ഇറങ്ങിയത് അച്ഛൻ വീണതോടുകൂടിയാണ്. ഓ, വലിയൊരു കഥയായിരുന്നല്ലോ ഇത്. ശരിക്കും ഇതിനകത്ത് ശരിക്കും ഞാൻ ഒരു കാര്യം, ഒരു ഷെയിംലെസ് ആയിട്ട് തന്നെ ഞാൻ പറയാം. കാര്യം എന്താണെന്നറിയോ, ഇപ്പൊ മോളൊരു സിറ്റുവേഷൻ പറഞ്ഞു, ഒത്തിരി ഫാമിലി ആൾക്കാരുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ
ഒരു ആപത്ത് വന്നപ്പോൾ ഒരു കൈത്താങ്ങ് പോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നതിൽ വളരെ സങ്കടം തോന്നുന്നു. കാര്യം എന്താ അറിയോ, നമുക്കൊരു ആപത്ത് ഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കേണ്ടത്. അത് ഇപ്പൊ വിശ്വസിക്കുന്ന ക്രിസ്ത്യൻ മതമായാലും ശരി, ബൈബിളിലായാലും ശരി, ഭാഗവത്തിലായാലും ശരി, ഖുറാനിലായാലും ശരി, ഒരാളെ സ്നേഹിക്കാനും അവർക്ക് ഉപകാരം ചെയ്യാനുമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അല്ലാതെ സെൽഫിഷ് ആവാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആയിക്കോ, സെൽഫിഷ് ആയിക്കോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ചൊക്കെ ഒരു കൈത്താങ്ങ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പവും വരാൻ പോകുന്നില്ല അല്ലേ. ഇത്ര വലിയൊരു പ്രശ്നം പറഞ്ഞപ്പോ നമുക്കൊന്ന് സിറ്റുവേഷൻ ഇച്ചിരി ലൈറ്റ് ആക്കാൻ അമൃത. ഒരു ചെറിയ പാട്ട് പാടുറോ, സ്ട്രെസ്സോട് ഞാൻ ഇങ്ങനെ അങ്ങ് വെല്ലാണ്ടാവുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് മെലഡി സോങ്സ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണ്. 4 വരി മതി. ഒവ്വൊരു പൂക്കളുമേ சொல்கிறதே ராவென்றால் போராடும் போர்க்களமே ஒவ்வொரு விடியலுமே சொல்கிறதே இரவானால் പകലുണ്ട പോതിടുമേ. അസലായിട്ട് പാടുന്നു. ഷുഡ് ഗുഡ്. നല്ല രസമുണ്ട് മോളെ കേൾക്കാൻ. നല്ല സ്വരം. ഈ പറഞ്ഞ പോലെ എന്താ പറയാ, വെള്ളി വീഴുവോ അങ്ങനെ പോയി ശ്രുതി പോവാന്നൊന്നും എനിക്ക് പറയാറിയില്ല. പക്ഷെ എന്നാലും ഒരു ബേസ് അറിയിച്ചു നല്ല അസലായിട്ട് പാടുന്നുണ്ട്. ടച്ച് വുഡ്. അത് എൻകറേജ് ചെയ്യണേ. ഈ പാട്ട് പഠിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. പാട്ടും ഡാൻസും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ഇന്നും വീട്ടിലെ TV ഇട്ടാലും എന്തെങ്കിലും പാട്ടിട്ട് ഞാനും അനിയനും കൂടെ ചുമ്മാ ഡാൻസ് ചെയ്യും. ഇനി എനിക്ക് അറിയേണ്ടത് വെച്ചാൽ ക്യാമറയുടെ മുമ്പിൽ എനിക്ക് തോന്നുന്നു അമൃത കുറച്ച് ഡിവോഷണൽ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. പിന്നെ കുറെ ഹീറോയിൻ ആയിരുന്നു. ഇതെല്ലാം പോയിട്ട് വീട്ടിലെ അമൃത എങ്ങനെയാ? വീട്ടിലെ അമൃത എന്ന് പറയുമ്പോൾ വർക്കും പ്രൊഫഷനും ഞാൻ രണ്ടായിട്ടാണ് കാണുന്നത്. വർക്ക് കഴിഞ്ഞാൽ അവിടെ അമൃത, ആർട്ടിസ്റ്റ് അമൃത അവരുടെ ഇതിലായിരിക്കും. വർക്ക് വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ താഴെയായിരിക്കും. മീൻസ് അവർ പറയുന്ന എന്തോ അതാണ്. അത് ശരിയായാലും തെറ്റായിരുന്നാലും അവർക്ക് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നായിരിക്കും അവർ നമ്മളെടുത്ത് പറയുന്നത് അത് ചെയ്യരുത്, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് അവർക്ക് താഴെ നിന്ന് അവർ പറയുന്നത് പോലെ നിൽക്കുന്ന ഒരു ആളാണ്. പിന്നെ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ പലരും പല തിരക്കിലായിരിക്കും. ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഇത്തിരി വർത്തമാനം പറയുവാനോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യം ഉണ്ടായിരുന്നാലും അവർക്ക് സാഹചര്യം ഒത്തു വരുന്നില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ വർക്ക് കഴിഞ്ഞ് എത്ര നൈറ്റ് ആയിരുന്നാലും, ഇപ്പം 1 മണിയായിരുന്നാലും 2 മണിയായിരുന്നാലും വർക്ക് കഴിഞ്ഞ് തിരിച്ച് വരുന്നവർ എനിക്ക് വേണ്ടിയിട്ട് അവർ ഫുഡ് കഴിക്കാണ്ടിരിക്കും. സത്യം, എൻ്റെ ഫാമിലിയോട് എനിക്ക് ഇതിൽ കൂടുതൽ അവർക്ക് എന്നോട് സ്നേഹം എങ്ങനെ കാണിക്കാൻ പറ്റും? അയ്യോ ഇല്ല മോളെ, ഇതൊട്ടും പറ്റത്തില്ല. കാര്യം ഇതില് മോളെ അവര് 100% സ്നേഹിക്കുന്ന ഒരു മകളുടെ രീതിയിൽ. എന്താ പറയാ, ചിലടത്തൊക്കെ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ രാത്രി വർക്ക് കഴിഞ്ഞ് വന്നാൽ പോലും അവള് ജോലി കഴിഞ്ഞ് വന്നു കഴിച്ചു കിടന്നോളും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ മോള് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, മോള് വർക്ക് കഴിഞ്ഞ് തിരിഞ്ഞ് വന്ന് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അംഗങ്ങൾ എൻ്റെ വീട്ടിലുണ്ട് എന്നറിയുമ്പോൾ വർക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കും ഒരു സന്തോഷമാണ് അല്ലേ. മറ്റേ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. കുറെ നേരം കൊണ്ട് ഞാൻ ചിക്കൻ മുന്നേറ്റിട്ട് ഏതാണ്ടൊക്കെ വിചാരണ ചെയ്യുന്ന പോലെ ഞാൻ ചോദ്യം ചോദിച്ചത്. പക്ഷെ വിചാരണയൊന്നുമല്ല, ഒരുപാട് എന്താ പറയാ റിയാലിറ്റി മനസ്സിലാക്കിയപ്പോഴത്തേക്ക് പലർക്കും അറിയില്ല. അഭിനയിക്കുന്ന ഒരു അമൃത എന്നുള്ളതല്ലാണ്ട് എൻ്റെ റിയൽ ലൈഫ് ആർക്കും അറിയില്ല. ഞാൻ ആരോട് ഷെയർ അങ്ങനെ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വേദനകൾ ഒരാളുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരാളെ വിഷമിപ്പിക്കാനല്ലാണ്ട് അവർക്കൊന്നും എനിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ അവരോടൊപ്പം ഉള്ള സമയം ഹാപ്പി ആയിട്ട് തമാശകൾ പറഞ്ഞ് ജോളിയായിട്ട് ഇരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിൽ കേട്ടപ്പോൾ ഒരു സന്തോഷം എന്താണെന്നറിയാമോ, അമൃത ഇത് എന്നെ അങ്ങനെ കണ്ടില്ല, ഈ ഒരു എന്റെ അടുക്കളേനെ ആ ഒരു രീതിയിൽ കണ്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അമൃത ഏറ്റവും കൂടുതൽ ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്തത്. അതെനിക്ക് തോന്നുന്നു അമൃതയ്ക്ക് കുറച്ചുകൂടെ ഒരു ചേച്ചി എന്നൊരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ഒരു മൈൻഡ് ഓപ്പൺ ആക്കിയാൽ ഒരു സന്തോഷം അല്ലെ. എന്നാ പിന്നെ ഞാൻ ചേച്ചി എന്ന് കരുതിയ സ്ഥിതിക്ക് ചിക്കൻ കൊടുക്കാം. ആശ്വാസമായി. ഞാൻ കുറെ നേരം കൊണ്ട് മണം പിടിക്കുന്നുണ്ടായിരുന്നു. എവിടെ വീട്ടിലേക്ക് അതിനെന്താ വരാലോ, ഇഷ്ടംപോലെ വരാം, സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് ചേച്ചിയായിട്ട് വർത്താനം ഒക്കെ പറഞ്ഞ് ഭയങ്കര പോസിറ്റീവായിട്ട് മാക്സിമം എനർജി എന്നെ കൊണ്ട് തരാൻ പറ്റുന്നത് മോക്ക് സപ്പോർട്ടും എനർജിയും തരും. അത് ഉറപ്പാ. ഇടയ്ക്കിടയ്ക്ക് പോകുന്നുള്ളൂ. വരുമ്പോ അനിയനെ കൂടെ കൂട്ടിക്കൊണ്ടാണ്. തീർച്ചയായും. ഇനി വരുമ്പോ ഞാൻ എൻ്റെ അനിയൻ ഫുൾ ഫാമിലി ആയിട്ട് വരാം.
പിന്നെന്താ സന്തോഷമുള്ളൂ. അച്ഛനോട് പ്രത്യേക അന്വേഷണം പറയണം. ഈ പറഞ്ഞ പോലെ അല്ല, ഈശ്വരന്റെ ഒരു അനുഗ്രഹം എപ്പോഴും മോളിലെ കൂടെ ഉണ്ട്. അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് പൊക്കോ, ഒരു കുഴപ്പവും വരില്ല. ഇതെല്ലാം പോട്ടെ, താൻ പാടും, ഡാൻസ് പഠിച്ചിട്ടില്ല പക്ഷെ ഡാൻസ് കളിക്കും, പാട്ട് പഠിച്ചിട്ടില്ല പക്ഷെ പാട്ട് പാടും, എഴുതുമല്ലോ ചെയ്യും അത്യാവശ്യം. അത്യാവശ്യം കഥ എഴുതുവോ? കഥയാണ് എഴുതുന്നത്. കഥ അതായത് എന്റെ ഇമോഷൻസ് എനിക്ക് ഒരിടത്ത് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. എനിക്ക് ലൈഫ് ലോങ് ഇത് കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പം എന്റെ ഇമോഷൻസ് ഞാൻ എൻ്റെ റൈറ്റിങ്ങിലാണ് ആശ്വാസം കണ്ടെത്തുന്നത്. ഇതെല്ലാം ഓക്കെ, ഞാൻ സമ്മതിച്ചു. എന്നാ ഒരു പെൺകുട്ടിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, പാചകം വല്ലതും അറിയും? പാചകം എനിക്ക് 8ാം ക്ലാസ് മുതലേ അറിയാം. അത്യാവശ്യം വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. നാടൻ ഫുഡ് ഉണ്ടാക്കും, ഒരു സദ്യ ഉണ്ടാക്കും. ഇതിലപ്പുറം വേറെ എന്നാ അറിയാനാ? ഇത്ര തന്നെ ധാരാളം. പക്ഷെ ഇതിന്റെ ക്രെഡിറ്റ് ഞാൻ അമ്മയ്ക്ക്. തീർച്ചയായിട്ടും 8ാം ക്ലാസ് മുതലേ അമ്മ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെ വേണോ അതെല്ലാം അമ്മ ഇങ്ങനെ നോട്ട് ചെയ്ത് പഠിപ്പിക്കും. അതിപ്പോൾ ഇത്തിരി ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും, കാരണം എന്ന് വെച്ചാൽ അന്ന് എനിക്ക് തോന്നുന്നു അമ്മ അത്രയും എഫേർട്ട് എടുത്ത് എൻ്റെ മോളിങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഇന്ന് എൻ്റെ ലൈഫ് നോക്കാൻ പറ്റിയത്. അപ്പം അമ്മ ഈ കുറച്ച് പഠിപ്പിച്ച് കൊണ്ടുവന്നത്. ഇപ്പം ഈ സമയത്ത് വല്ല കല്യാണം ആലോചിക്കുന്നുണ്ടോ? കല്യാണം ആലോചിക്കുന്നുണ്ട്. ഇപ്പം റിലേറ്റീവ്സിൽ തന്നെ വരുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് വരുന്ന അതെനിക്ക് തുറന്നു പറയുന്നതുകൊണ്ട് ഒരു നാണക്കേടുമില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ എയിം ചെയ്ത് കയറിയത് അതെൻ്റെ ദൈവം എനിക്ക് തന്നത്. ഈ ഉള്ള ലൈഫിൽ എപ്പോഴും എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ആയിരിക്കണം. ഒരു കല്യാണം ആയിരുന്നാലും എൻ്റെ അച്ഛൻ വീണ് കിടന്നപ്പോൾ ഫസ്റ്റ് ടൈം കരഞ്ഞത് ഒരു മകൾ കുടുംബം നോക്കണമല്ലോ, ആരും സപ്പോർട്ടില്ലല്ലോ എന്ന് പറഞ്ഞ എൻ്റെ അച്ഛൻ എൻ്റെ മുമ്പേ ആദ്യമായിട്ട് കരയുന്നത്. അപ്പം ഞാൻ എൻ്റെ അച്ഛന് കൊടുത്ത ഒരു വാക്കുണ്ട്, മൂത്തത് ഒരു മകളാണെന്ന് കരുതിയിട്ട് അച്ഛൻ വേദനിക്കേണ്ട കാര്യമില്ല. ഒരു ആൺകുട്ടി ഈ കുടുംബത്തിനെ എങ്ങനെ നോക്കും ആ രീതിയിൽ ഞാൻ എൻ്റെ കുടുംബം നോക്കുന്നു. അത് ഇന്നേ വരെ ഞാൻ തുടർന്ന് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ പലരും എന്നോട് ചോദിക്കുന്നത് 25 വയസ്സായില്ലേ, പ്രണയമില്ലേ, ചാറ്റിംഗ് ഇല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ സത്യം പറയാലോ, എൻ്റെ ഈ ജീവിത സാഹചര്യത്തിൽ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എനിക്കൊരു പ്രണയത്തിന് പോകാൻ സമയമില്ല. ഇതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, സമയമില്ല. അതുകൊണ്ട് എനിക്ക് ആരോടും ഇന്നേ വരെ പ്രണയം തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എൻ്റെ ലൈഫിനെ ഒന്ന് പിടിച്ചുയർത്തണം എന്നുള്ള രീതിയിലായിരുന്നു ഓരോ ദിവസവും എൻ്റെ അച്ചീവ്മെൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു കല്യാണത്തിനെ പറ്റി ഞാൻ ഇന്നേ വരെ ചിന്തിച്ചിട്ടുമില്ല. പിന്നെ അഥവാ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ കുടുംബത്തിനെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. ഇത്രയും വർഷം എൻ്റെ ജീവിതം കളഞ്ഞ് ഞാൻ എൻ്റെ കുടുംബത്തിന് ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കല്യാണം കഴിഞ്ഞിരുന്നാലും എനിക്ക് അതിനൊരു തടസ്സം ഉണ്ടാവരുത്. എൻ്റെ അച്ഛനും അമ്മയും, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുടുംബത്തെ ഞാൻ എങ്ങനെ നോക്കും അതുപോലെ തന്നെ ആയിരിക്കണം എൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നാലും നോക്കേണ്ടത്. അല്ല അങ്ങനെ നോക്കാൻ പറ്റില്ല, ഫസ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കല്യാണം വേണ്ട. ഞാൻ ഇന്ന് ജീവിക്കുന്നത് പോലെ ഞാൻ ജീവിക്കും. വെരി ഗുഡ്. കാര്യം എന്താണെന്നറിയാം, മോൾ അത്രയും പ്രയാസപ്പെട്ടിട്ടുണ്ട് ലൈഫിൽ. അതുകൊണ്ട് ഒരു ഈസി ഗോ ആയിട്ട് ഒരാൾ വന്ന് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല അല്ലേ? ഇത് നല്ല പാട്ട് പാടും. ഇതുവരെ പാടിയത് നല്ലതല്ലേ എന്നാണ്. പക്ഷെ എന്നാലും എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പൊരുക്കൂവേ, മാനത്തെ കൂട്ട് ഇഞ്ഞുമൈനയുറങ്ങീലേ, താരാട്ടും പാട്ടും മണിത്തത്തയുറങ്ങീലേ, പിന്നെയും നീ എന്നെ നെഞ്ചിൽ ചാരം ചെല്ലിൻ ബാതി എന്നെ മുട്ടിയില. നല്ല പാട്ട്. മോളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പാട്ട് പഠിക്കൂട്ടോ. നല്ല വോയിസ് ആണ്, നല്ലതായിട്ട് ഇപ്പം പഠിക്കാതെ തന്നെ മോൾ ഇത്രയും നല്ലതായിട്ട് പാടുമെങ്കിൽ പിന്നെ അതങ്ങ് പഠിക്കൂ, നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ചേച്ചി പറയാം. ഈ പറഞ്ഞ പോലെ മോൾ ആഗ്രഹിക്കുന്ന പോലെ മോളെ മനസ്സിലാക്കുന്ന, മോളെ സ്നേഹിക്കുന്ന, മോളെ അച്ഛനെ അമ്മയും കരുതുന്ന, മോളുടെ കുടുംബത്തെ കരുതുന്ന ഒരു നല്ല പയ്യൻ വരട്ടെ. ഞാൻ ഈശ്വരനോട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം. ഞാനെന്നല്ല, എൻ്റെ പ്രേക്ഷകരും മോളുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ വന്നതിന് വളരെ താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. എന്തായാലും മോൾക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മോളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണെന്ന് വെച്ചാൽ അമൃതയായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ആദ്യം മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു എന്നാ പറയുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ പോലും, ഒരു പുസ്തകത്തിൽ പോലും, ഒരു ബൈബിളിലോ ഖുറാനിലോ ഭാഗവത്തിലോ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായവും ഇല്ലാതെ ജീവിക്കണമെന്ന് ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല, നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല.
നമ്മുടെ മനുഷ്യരായിട്ട് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് അത് മാത്രം ദൈവത്തെ ഓർത്ത് ചെയ്യരുത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായത്തിനായിട്ട് നിൽക്കണം. പിന്നെ ഇതിനകത്ത് സെക്കൻഡ് പോയിന്റ് അമൃത പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ഒരു ബന്ധങ്ങളുടെ വാല്യൂ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന മോള് വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് അല്ലാതെ വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും നമ്മുടെ വീട്ടിലേക്ക് വർക്കെല്ലാം കഴിഞ്ഞു വന്ന് അവരെ കരുതാൻ ഒരു ആള് വീട്ടിലുണ്ട് എന്ന് കരുതുമ്പോൾ ആ വരുന്ന വ്യക്തിക്ക് ഒരു പ്രത്യേക സപ്പോർട്ടാണ് നമ്മൾ ശരിക്കും കൊടുക്കുന്നത്. അല്ലാതെ അവള് ചെയ്യേണ്ടവനാണ്, അല്ലെങ്കിൽ അവള് ചെയ്യേണ്ടവളാണ്, അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ടവനാണ് എന്നൊരു റെസ്പോൺസിബിലിറ്റി ഒരാളുടെ തലയിൽ കൊണ്ട് വെച്ചു കൊടുക്കുന്നത് അവരെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന, അവർ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. പിന്നെ ഇതേപോലെ ടേബിളിൻ്റെ എല്ലാവരും വന്ന് ഊണുമേശയിലിരുന്ന് അവരവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പറയുകയും ചെയ്യുന്നതിനോട് ബന്ധങ്ങളുടെ ആഴം കൂടുകയും കൂടെ ചെയ്യാണ്. അതും നമ്മുടെ ഇടയിൽ നമ്മൾ ചെയ്യണം, ഇല്ലേ?